അതിവേഗ പാതയ്ക്ക് പുത്തൻ ഡിസൈനുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. സമയവും ചെലവും കുറച്ചുള്ള പുതിയ മോഡലാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ പത്തനംതിട്ടയും മലപ്പുറത്തെയും ഉൾപ്പെടുത്തിയാണ് പുതിയ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും താൽപര്യം കാണിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 3 മണിക്കൂർ 20 മിനിറ്റിൽ ലക്ഷ്യത്തിലെത്തുമെന്നാണ് പുതിയ ഡിസൈനിൽ ഇ ശ്രീധരൻ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതിയുടെ ആകെ ചെലവായി കണക്കാക്കുന്നത് 54,000 കോടി രൂപയാണ്. AC ചെയർക്കാരന്റെ നിരക്കിലായിരിക്കും ടിക്കറ്റ് നിരക്ക് കണക്കാക്കുക. പുതിയ ഡിസൈനിൽ തൂണും തുരങ്കവും കൂടുതൽ വരുന്നതിനാൽ ചിലവ് കുറയുമെന്നാണ് വിലയിരുത്തൽ. സിൽവർ ലൈൻ, RRTS എന്നിവയേക്കാൾ ചിലവ് കുറവായിരിക്കും പുതിയ പദ്ധതിക്കെന്ന് ശ്രീധരൻ പറയുന്നു. സ്ഥലമേറ്റെടുപ്പും കുറവായിരിക്കും. പുതുക്കിയ ഡിസൈൻ ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും ശ്രീധരൻ അറിയിച്ചു. ഈ മാസം ആദ്യമാണ് അതിവേഗ റെയിൽ പദ്ധതിക്കായി ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്നത്. ഏപ്രിലോടെ ഫീൽഡ് വർക്ക് ആരംഭിച്ച് ജൂൺ 1 പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിരാശയായിരുന്നു ഫലം. 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചതിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതേസമയം RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്ക് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. പിന്നാലെ ബജറ്റിൽ അലോക്കേഷനും നടത്തി. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിലായിരിക്കും നിർമ്മാണം. 4 ഘട്ടമായി നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ നൽകിയിട്ടുമുണ്ട്. കേരളത്തിന്റെ നിലവിലെ പൊതുഗതാഗത പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പരിഹാരമായിരിക്കും ഈ അതിവേഗ പാത എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ മുതൽ കോഴിക്കോട് വരെ 2ാം ഘട്ടം, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ 3ാം ഘട്ടം, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ 4ാം ഘട്ടം എന്നിങ്ങനെയാണ് പണി പൂർത്തീകരിക്കുക. ഈ 4 ഘട്ട RRTS നിർമ്മാണങ്ങൾക്കും പുറമെ 2 മെട്രോ റെയിൽ പദ്ധതികൾ കൂടി പൂർത്തീകരിക്കും. കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ കൂടി ചേർത്ത് 6 ഘട്ടങ്ങളാണ് ഈ പദ്ധതിക്കെന്ന് പറയാം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെട്രോ സർവീസുകളെ ഈ RRTSുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും രൂപകൽപ്പന. നഗരങ്ങൾക്കുള്ളിൽ മെട്രോയും നഗരേതര മേഖലകളിൽ RRTSും എന്നതായിരിക്കും സമീപനം. കേരളത്തിന്റെ പ്രത്യേകമായ ആവശ്യത്തിന് ഏറ്റവും ഗുണകരമാണ് RRTS എന്നാണ് വിലയിരുത്തൽ. കുറഞ്ഞ സ്റ്റേഷൻ ഇടവേള, ഉയർന്ന യാത്രാശേഷി എന്നിവ RRTSനെ കേരളത്തിന് അനുയോജ്യമാക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മെട്രോ സംവിധാനങ്ങൾ RRTSുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഡൽഹി മീററ്റ് RRTSനെ തന്നെ കാണാനാകും. മീററ്റ് മെട്രോ RRTSുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേക കാലാവസ്ഥയും പരിസ്ഥിതിയും പരിഗണിച്ച് എലിവേറ്റഡ് വയഡക്റ്റുകൾ വഴിയാണ് RRTS ഓടിക്കുക. ഇതുവഴി ഭൂമി ഏറ്റെടുക്കൽ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. സിൽവർ ലൈൻ പദ്ധതിക്ക് തടസ്സമായി പരിസ്ഥിതിവാദികളും ഇ ശ്രീധരനെ പോലുള്ള വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നത് അത് പലയിടങ്ങളിലും വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നായിരുന്നു. ഈ പ്രശ്നം വയഡക്റ്റിലൂടെയുള്ള RRTSനെ ബാധിക്കില്ല. 2027 ജനുവരിയിൽ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുകയും 2033 ഡിസംബറിൽ പൂർത്തീകരിക്കുകയും ചെയ്യും. 7 വർഷത്തെ കാലയളവാണ് കാണുന്നത്. ഈ പാത 2030 ജനുവരിയിൽ തുടങ്ങി 2036 ഡിസംബറിൽ പണി പൂർത്തിയാകും. 10 വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരയിൽ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നയാളാണ് ഇ ശ്രീധരൻ. അതിവേഗ പാത ആവശ്യമില്ലെന്ന് ആദ്യം നിലപാടെടുത്ത അദ്ദേഹം ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുമുണ്ട്. നിലവിൽ ഡൽഹി മീററ്റ് RRTS ഓടുന്നത് മിനിമം 30 രൂപ ടിക്കറ്റ് നിരക്കിലാണ്. RRTSനേക്കാൾ കുറവാകും തന്റെ പദ്ധതിയിലെ ടിക്കറ്റ് നിരക്കെന്നാണ് ശ്രീധരൻ പറയുന്നത്. ഈ വാദങ്ങൾ യഥാർത്ഥമാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ അതിവേഗ പാതാ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതായിരിക്കും പദ്ധതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.